ഹായ് ഹലോ ഓൾ HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ 4ാമത് യൂണിറ്റായ വേവ്സിലെ എനർജി ഡെൻസിറ്റി ഓഫ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള വേവ്സിലെ ടോപ്പിക്സ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ വേവ്സ് എന്ന പ്ലേലിസ്റ്റ് മറക്കാതെ കാണുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ എനർജി ഡെൻസിറ്റി ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ആദ്യം എന്താണ് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തു. അത് കാണാത്തവരാണെങ്കിൽ മറക്കാതെ കാണുക. അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. സോ ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ എനർജി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. സോ when a plane progressive wave advances through a medium, it sets more particle into vibration. അതായത് ഈ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഒരു ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ കൂടെ അഡ്വാൻസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പോകുന്ന വഴിയിലുള്ള എല്ലാ പാർട്ടിക്കിളിനെയും എന്തിലോട്ട് കൊണ്ടുവരും, വൈബ്രേഷനിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്സിലേക്ക് കൊണ്ടുവരും. അതൊരു പ്രത്യേകതയാണ്. ഇറ്റ് സെറ്റ്സ് മോർ പാർട്ടിക്കിൾ ഇൻ ടു വൈബ്രേഷൻ. ഇതായത് നിങ്ങൾ മനസ്സിലിരിക്കണം. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിലുള്ള എല്ലാ പാർട്ടിക്കിളിനെയും ഇത് എന്തിലോട്ട് കൊണ്ടുവരും, വൈബ്രേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവരും എന്തിലോട്ടാവും, പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് തന്നെ അതിന്റെ മോഷൻ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, ഇയാളുടെ കയ്യിൽ നിന്നുമാണ് ഈ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇതാണ് അയാളുടെ ഇനിഷ്യൽ പോയിന്റ്. ഈ ഇനിഷ്യൽ പോയിന്റിൽ ഇയാൾ കൊടുത്ത എനർജി കണ്ടോ. ഇതൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആയതുകൊണ്ട് തന്നെ ഇത് പോകുന്ന വഴിയുള്ള എല്ലാ പാർട്ടിക്കിളിനെയും എന്തിലാക്കി, മോഷനിലാക്കി. അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ കൊടുത്ത ഈ വേവ് തന്നെ കണ്ടോ ഈ എൻഡ് വരെയും പോകുന്നുണ്ട്. കണ്ടോ ഈ എൻഡ് വരെയും പോകുന്നുണ്ട്. വൈ? ബിക്കോസ് അയാൾ ഈ ഇനിഷ്യൽ പോയിന്റിൽ കൊടുത്ത ഈ പ്ലെയിൻ പ്രോഗ്രസീവ് വേവിന്റെ സ്റ്റാർട്ട് പോയിന്റ് ഇവിടെയാണ്. ഇവിടുന്ന് അയാൾ കൊടുത്ത എനർജി എന്ത് ചെയ്തു, എല്ലാ പാർട്ടിക്കിളും ഇതിലോട്ട് എക്സിക്യൂട്ട് ആവുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ എനർജി എന്ത് ചെയ്യും, ഈ പോയിന്റിൽ നിന്നും ട്രാൻസ്ഫർ ആവും. അതായത് ഇനിഷ്യൽ പോയിന്റ് എവിടെ നിന്നാണോ ഈ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് സ്റ്റാർട്ട് ചെയ്തത്, അതെന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പരസ്പരം കൈമാറി കണ്ടോ ഈ പോയിന്റ് വരെയും എനർജി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം പറയേണ്ട എന്താ, ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഒരു മീഡിയത്തിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ പോകുന്ന വഴിയുള്ള എല്ലാ പാർട്ടിക്കിളിനെയും ഈ പ്ലെയിൻ പ്രോഗ്രസീവ് എന്തിലോട്ട് കൊണ്ടുവരും, വൈബ്രേഷനിലോട്ട് കൊണ്ടുവരും. അതല്ലേ? അതായത് നമുക്കിപ്പോൾ എക്സാമ്പിൾ എന്താ പറയാം, ഇപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്, ഞാൻ പോകുന്ന വഴി എൻ്റെ ഉദ്ദേശം എനിക്ക് ഒരു ടീം ഉണ്ടാക്കണം കളിക്കാൻ വേണ്ടി. അപ്പൊ ഈ സ്കൂളിൽ പോകുന്ന എല്ലാവരും, ക്ലാസ്സിൽ പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരെയും ഞാൻ പറയുക, നമുക്ക് കളിക്കാൻ പോയാലോ, ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് എന്നെ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു 11 പേര് ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ നമുക്ക് ഗ്രൗണ്ടിൽ പോവാം, ഇന്ന് സ്കൂളിൽ പോകണ്ട എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയാൽ ഞാൻ ഈ പോയ വഴിക്ക് കണ്ട എല്ലാ പാർട്ടിക്കിളിനെയും കണ്ട എല്ലാവരെയും എന്തിലോട്ട് കൊണ്ടുവന്നു, എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് എല്ലാവരെയും വൈബ്രേഷനിലാക്കി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആസ് എ റിസൾട്ട് there is a transfer of energy. From എവിടെ നിന്ന് ഏത് വരെയാ, from one part of the medium to the another part. From one part of the medium to another in the direction of propagation of wave. ഓക്കെ അല്ലേ? ഇനി ഈ എനർജി ഞാൻ പറഞ്ഞു, എനർജി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രം ദ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ്. നിങ്ങൾ ഈ ഫിഗറിൽ കാണാം, ഇവിടെ കണ്ടോ ഇയാൾ നല്ല കട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്ന മനുഷ്യനാ. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യണം, ഇയാൾക്ക് അത്രയും കലോറി അയാൾ ബേൺ ചെയ്യണം. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഇയാൾ കണ്ട ഇവിടുന്നാണ് അയാൾ ഡിസ്റ്റർബൻസ് കൊടുത്തത് അല്ലേ. സോ ഇവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് എന്ത് പറയാം, ദി എനർജി comes from
from the source of disturbance. എവിടെ നിന്നാണോ ഡിസ്റ്റർബൻസ്, ഡിസ്റ്റർബൻസ്. ഇനി ഇവിടുത്തെ എനർജി എന്തൊക്കെയായിരിക്കും? ദ എനർജി ഹിയർ, ദിസ് അല്ലെങ്കിൽ ദ എനർജി ഈസ് പാർഷ്യലി കൈനറ്റിക് എനർജി ആയിരിക്കും, ആൻഡ് പാർഷ്യലി പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ട എനർജി ഡെൻസിറ്റി ആണ്. സോ വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി? വി ഹാവ് ടു കാൽക്കുലേറ്റ് the energy density. We have to calculate the energy density of the wave, which is defined as the total energy of the particle per unit volume. Defined as the total energy of the particle per unit volume. എന്ത് മനസ്സിലായി? നമുക്ക് ഇവിടുത്തെ എനർജി എവിടെ നിന്നാണോ ഡിസ്റ്റർബൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഫിഗർ ഈ ജിഫിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ജിഫിൽ നിന്ന് മനസ്സിലായി കാണുമോ അത്? അല്ലേ? ഇനി നമ്മൾ എന്താ പറഞ്ഞേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഈ സ്റ്റാർട്ട് ചെയ്ത എനർജി എന്തൊക്കെയായിരിക്കും? പാർഷ്യലി കൈനറ്റിക് എനർജി ആയിരിക്കും, പാർഷ്യലി പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് എനർജി ഡെൻസിറ്റിയിലേക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി? ആ കണ്ടുപിടിച്ച കൈനറ്റിക് എനർജിയെ ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എനർജി ഡെൻസിറ്റി കിട്ടും. ഒന്നുകൂടെ പറയാം, നമുക്ക് ഇവിടുത്തെ എനർജി പാർഷ്യലി കൈനറ്റിക് എനർജിയും പാർഷ്യലി പൊട്ടൻഷ്യൽ എനർജിയും ആണ്. സോ രണ്ടും കണ്ടുപിടിച്ചിട്ട് ഈ വാല്യൂനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്മൾ അവിടുത്തെ യൂണിറ്റ് വോളിയം, അവിടുത്തെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടി ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? എനർജി ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? എനർജി പെർ വോളിയം അല്ലേ? എനർജിയുടെ യൂണിറ്റ് ജൂൾ, പെർ വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. ജൂൾ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജൂൾ മീറ്റർ റൈസ് ടു -3 ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. കൺസിഡർ an elastic medium through which a wave is propagating in positive x direction. സോ ഞാനൊരു വേവ് വരയ്ക്കുവാണേ. പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കണം. പക്ഷെ അങ്ങനെ വരയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വേവ് ആയിട്ട് വരയ്ക്കുവാണ്. നിങ്ങൾ എന്തായാലും അസ്യൂം ചെയ്യണം ഇതൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണെന്ന് അസ്യൂം ചെയ്തോളണം. സോ ഓൺ പോയിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ അല്ലേ? ഞാൻ ഇതിൽ ലോട്ട് ഓഫ് മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ അതിൽ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ആ പാർട്ടിക്കിളിന്റെ എനർജിയാണ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ അവിടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ആ എനർജിയെ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണ്. ഒരു ഇലാസ്റ്റിക് മീഡിയം പോലെ ഒരു തിൻ ലെയർ ആയിട്ട്, ആ പാർട്ടിക്കിളിന് ഒരു തിൻ ലെയർ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ആ ലെയർ ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നു. ദിസ് ഈസ് ദാറ്റ് ലെയർ. ഇതാണ് ലെയർ. ഓക്കെ, ഈ ലെയർ ആണ് ഞാൻ ഒരു പാർട്ടിക്കിൾ ആണ് ഞാൻ ലെയർ ആയിട്ട് വരച്ചെന്നുള്ളേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ലെയറിന്റെ തിക്നെസ് ഡെൽറ്റ എക്സ് ആണ്, ഡെൽറ്റ എക്സ്. ഇനി ഈ ഡെൽറ്റ എക്സ് മീൻ പോയിന്റ് ഓയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് എവയാണെന്ന് വിചാരിക്കും. ഡിസ്റ്റൻസ് ഓഫ് എക്സ് എവേ ഫ്രം ദ മീൻ പോയിന്റ്, ഫ്രം ദ ഒറിജിൻ എന്ന് വേണമെങ്കിൽ പറയാം, എക്സ്. ഓക്കെ അല്ലേ? ഇനി അപ്പൊ കൺസിഡർ ആൻ ഇലാസ്റ്റിക് മീഡിയം ത്രൂ വിച്ച് എ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മറന്നുപോകരുത്. ഇനി കൺസിഡർ എ തിൻ ലെയർ, ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നു. കൺസിഡർ എ തിൻ ലെയർ, ഞാനിപ്പോ ഈ വരച്ച തിൻ ലെയറിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ തിൻ ലെയർ, കൺസിഡർ എ തിൻ ലെയർ of medium of thickness, of medium of thickness delta x, and ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 1, ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ and at a distance of x from the source or mean point O. mean point means ഇതാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി മീൻ പോയിന്റ് എന്ന് പറയാമോ എന്ന് അറിയത്തില്ല, പറയത്തില്ല എന്ന് തോന്നുന്നു. സോഴ്സ് പോയിന്റ് എന്ന് തന്നെ പറയണം, ഇതല്ലേ സോഴ്സ്. ഓക്കെ അല്ലേ? from the source. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഞാൻ ഇനി പറയുന്നു, ജസ്റ്റ് അസ്യൂം ഈ ലെയറിന്റെ, നമ്മൾ അസ്യൂം ചെയ്ത ലെയർ, the velocity of the layer is equal to എന്താ? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് y ആണെന്ന് അറിയാം നിങ്ങൾക്ക്, കാരണം അതൊരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണ്. സോ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? we know the derivative of displacement with respect to time gives velocity, that is dy by dt. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ മാസ് ഓഫ് ദ ലെയർ കാണാൻ വേണ്ടി പോവാണ്. മാസ് ഓഫ് ദ ലെയർ, ഈ ലെയറിന്റെ, നമ്മൾ അസ്യൂം ചെയ്ത ലെയറിന്റെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കും. the density of this layer is റോ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മാസ് ഓഫ് ദ ലെയർ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അല്ലെങ്കിൽ വോളിയം ഇൻറ്റു റോ എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റിയേ? ബിക്കോസ് വി നോ ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അന്ന് മാസ് ഈക്വൽ ടു എന്ത് പറയാം? മാസ് ഈസ് ഈക്വൽ ടു ഇതപ്പുറത്തേക്ക് പോകുമ്പോൾ റോ വി എന്ന് പറഞ്ഞൂടെ? ഇറ്റ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇനി വാട്ട് ഈസ് വോളിയം? വി നോ വോളിയം ഈസ് ഏരിയ ഇൻറ്റു തിക്നെസ്. ഇവിടുത്തെ തിക്നെസ് ഡെൽറ്റ എക്സ് ആയിരുന്നു, ഡെൽറ്റ എക്സ് ഇൻറ്റു റോ. ആൻഡ് ഇവിടുത്തെ ഏരിയ യൂണിറ്റി ആണ്, സോ എയുടെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു റോ, അതായത് നമുക്ക് മാസ് നിന്ന് കിട്ടും. മാസ് ഇസ് ഈക്വൽ ടു റോ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലെയർ. kinetic energy of the layer is equal to നമുക്ക് എന്ത് പറയാം? ഹാഫ് എം വി സ്ക്വയർ അല്ലേ ഇക്വേഷൻ അല്ലേ? ഹാഫ് എം വി സ്ക്വയർ, ദാറ്റ് ഈസ് വാല്യൂ കൊടുക്കാം. kinetic energy of the layer Ke is equal to half into what is the mass of the layer? rho dx into v square. What is v square? v square means velocity in the dy by dt ആയിരുന്നു. So v square means dy by dt the whole square. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഞാൻ അപ്പം ആദ്യം മാസ് കണ്ടുപിടിച്ചു. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ് എന്ന് പറഞ്ഞാൽ. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. ഏരിയ ഇൻറ്റു തിക്നെസ് ഇൻറ്റു റോ. ഏരിയ 1 ആയിരുന്നു, യൂണിറ്റി ആയിരുന്നു. സോ 1 ഇൻറ്റു റോ ഡി എക്സ്, ഡെൽറ്റ എക്സ് ഇൻറ്റു റോ ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. കൈനറ്റിക് എനർജി ഓഫ് ദ ലെയർ എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഞാൻ വാല്യൂ കൊടുത്തു ഹാഫ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എം? റോ ഡി എക്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ ബൈ ഡി ടി ആണ്. സോ വെലോസിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? നമുക്ക് വൈയുടെ വാല്യൂ അറിയാം. വാട്ട് ഈസ് വൈ?
since y equal to എന്താ displacement of a plane progressive wave കാണാത്തവരാണെങ്കിൽ കാണുക. നമ്മൾ എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? we derived that the displacement of a plane progressive wave is a sin 2 pi by lambda. ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതേണ്ടി വരും? വി ടി മൈനസ് എക്സ് എന്ന് എഴുതേണ്ടി വരും അല്ലേ? ബിക്കോസ് ദിസ് വേവ് ഈസ് ട്രാവലിംഗ് ത്രൂ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ്. സോ എ സൈൻ 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ്. കാണാത്തവരാണെങ്കിൽ, നിങ്ങൾ അത് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ എന്ത് വരും? സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് വരും, ഇത് എവിടുന്നാണ് വന്നതെന്ന്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് എന്താണെന്നുള്ളതും അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് y is equal to a sin 2 pi by lambda vt minus x. എനിക്ക് വേണ്ട എനിക്ക് dy by dt ആണ് വേണ്ടത്. സോ ഐ എം ടേക്കിംഗ് ദ ഡെറിവേറ്റീവ് dy by dt. എനിക്ക് എന്താന്ന് കിട്ടും? വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് a sin 2 pi by lambda vt minus x? നമുക്ക് എന്ത് കിട്ടും? a sin 2 pi by lambda vt minus x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? a cos ആയിരിക്കും. a cos 2 pi by lambda vt minus x. പക്ഷേ ഇതിനകത്തുള്ള ഇത്രയും കോസിന്റെ ആംഗിൾ എവിടുത്തെ? അപ്പോൾ ഇതിനും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുക സാധാരണ. അപ്പോൾ അതിന്റെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ 2 pi by lambda അങ്ങനെ തന്നെ വരും. ഈ വി ടി എന്നുള്ള വിയും വരും. ബാക്കി കറക്റ്റ് തന്നെ. കറക്റ്റ് ആയില്ലേ? സോ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? 2 pi വി എ ബൈ ലാംഡ. നിങ്ങൾ ആദ്യം നമ്മൾ ഡിഗ്രിയാണ് പഠിക്കുന്നത്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഉള്ള ബേസിക് റൂൾസ് എല്ലാം വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡെറിവേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ a cos 2 pi by lambda vt minus x ആയിരുന്നു. അതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സോറി, a sin 2 pi by lambda vt minus x ആയിരുന്നു. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് dy by dt. അപ്പോൾ എന്ത് കിട്ടും? a cos 2 pi by lambda vt minus x. ബട്ട് നമ്മൾ അഗൈൻ എന്തിന്റെയും എടുക്കേണ്ടി വരും? ഡെറിവേറ്റീവ്. ഇതിന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. സോ 2 pi by lambda, ഇവിടെ നിന്ന് v ഇവിടെ വരും. ഓക്കെ അല്ലേ? ഇനി അറേഞ്ച് ചെയ്ത് എഴുതാം. ഈ 2 pi v by lambda ഞാൻ ആദ്യം എഴുതി. ദാറ്റ് ഈസ് 2 pi v. ഇവിടെ ഒരു a ഉണ്ടായിരുന്നു. 2 pi v a by lambda. ബാക്കി എങ്ങനെ തന്നെ എഴുതാം? ബാക്കി അതുപോലെ തന്നെ എഴുതാം. cos 2 pi vt minus x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? dy by dt. നമുക്ക് ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാമല്ലോ. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, വാല്യൂ എഴുതാം, ഹാഫ് റോ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി ടി കിട്ടി. അതിന്റെ സ്ക്വയർ എടുക്കണം. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഡി വൈ ബൈ ഡി ടി വാല്യൂ എടുക്കേണ്ടി വരും. അതായത് എന്താ? 2 pi വി എ ബൈ ലാംഡ കോസ് 2 pi ഇൻറ്റു വി ടി മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? കാരണം അതല്ലേ ഡി വൈ ബൈ ഡി ടി. നമുക്കിവിടെ വേണ്ട എന്താ? ഡി വൈ ബൈ ഡി ടിയുടെ സ്ക്വയർ ആണ് വേണ്ടത്. സോ ഇതിന്റെ സ്ക്വയർ വരണം. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് റോ ഡി എക്സ്. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 pi വി എ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇനി ഇതിന്റെയും സ്ക്വയർ, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ 2 pi vt minus x. ഇക്വേഷൻ നമ്പർ 1. അല്ല, ഇതിനെടുക്കണ്ട, അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇത്ര ഓക്കെ അല്ലേ? നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഓഫ് ദ ലെയർ കിട്ടി. ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും വേണ്ടത് വെറും എനർജി അല്ല, നമുക്ക് വേണ്ടത് എനർജി ഡെൻസിറ്റി ആണ് വേണ്ടത്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഐ എം ഗോയിങ് ടു ഫൈൻഡ് കൈനറ്റിക് എനർജി ഡെൻസിറ്റി, ഓർ നമുക്ക് എന്തെന്ന് പറയാം? ഓർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഇത് ബൈ ആണെന്ന് വിചാരിക്കരുത്. ദയവ് ചെയ്ത് ഈ ഓഡിയോ ഒക്കെ പൗസ് ചെയ്ത് വെച്ച് കാണുന്നവരോ അല്ലെങ്കിൽ സ്പീഡായിട്ട് ഇങ്ങനെ ഈ റെഫർ ചെയ്ത് പോകുന്നവരോ, എക്സാം സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെ സ്പീഡായിട്ട് റെഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇതിനെ ബൈ ആണെന്ന് വിചാരിക്കരുത്. സോ ഓഡിയോ ഓൺ ആക്കി തന്നെ കാര്യം കേൾക്കുക. ഡെൻസിറ്റി ഓർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ കൈനറ്റിക് എനർജിയുടെ വാല്യൂ, അതായത് എന്താ? half rho delta x 2 pi va by lambda the whole square cos square 2 pi by lambda vt minus x.
ഇത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് കൈനറ്റിക് എനർജി അല്ലേ? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ വോളിയം മീൻസ് പെർ വോളിയം. വാട്ട് ഈസ് വോളിയം? വോളിയം ഈസ് ഏരിയ ഇൻറ്റു തിക്നെസ്. ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു തിക്നെസ് ഡെൽറ്റ എക്സ്. നമുക്കിവിടെ ഏരിയയുടെ ടേമിന്റെ പ്രസക്തി ഇല്ല. കാരണം എന്താ? ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റി ആണ്. സോ അതിന്റെ ആവശ്യമില്ല. എയുടെ വാല്യൂ 1 ആണ്. ഞാൻ കളഞ്ഞു, ഒരു ആവശ്യമില്ല. നമുക്കിനി നോക്കാം. ഇവിടുത്തെ ഡെൽറ്റ എക്സും ക്യാൻസൽ ആയി പോവും. സോ എന്ത് കിട്ടും? കൈനറ്റിക് energy density is equal to half rho 2 pi VA by lambda the whole square. What is square? The whole square cos square 2 pi by lambda Vt minus x. Equation number 1. ഓക്കെ അല്ലേ? ഇതുപോലെ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജിയെ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ എങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കാണുമെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നേ, നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി ദ വർക്ക് ഡൺ, അല്ലെങ്കിൽ വർക്ക് നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നോ ആ വർക്ക് ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ എൻ്റെ ലക്ഷ്യം ഇവിടെയുള്ള ഈ ലെയറിന്റെ വർക്ക് ഡൺ ഞാൻ കണ്ടുപിടിക്കുന്നു. അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ വർക്ക് കാണാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് അല്ലെ? വി നോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് യു നോ. സോ അത് എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ഫോഴ്സ് കാണണം അല്ലെ? ഫോഴ്സ് കാണണം. സോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലെയർ, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലെയർ, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലെയർ, ദാറ്റ് ഈസ് എം എ ആയിരിക്കുമല്ലോ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ? ദാറ്റ് ഈസ് എഫ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് മാസ്? മാസിന്റെ വാല്യൂ നമുക്കറിയാം, റോ ഡെൽറ്റ എക്സ്, rho delta x into what is acceleration? We know velocity, നമ്മളെ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് y ആണ്. സോ വെലോസിറ്റി dy by dt ആണ്. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? d square y by dt square ആയിരിക്കും. d square y by dt square ആയിരിക്കും. ആണോ അല്ലേ? നമുക്ക് ഓൾറെഡി എന്തറിയാം? dy by dt നമ്മൾ അല്പത്തെ കണ്ടുപിടിച്ചു. കാരണം വെലോസിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കൈനറ്റിക് എനർജിയുടെ വാല്യൂവിൽ v ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓൾറെഡി dy by dt കണ്ടുപിടിച്ചു. സോ വാട്ട് ഈസ് നമുക്ക് കിട്ടിയ dy by dt വാല്യൂ എന്താ? dy by dt is equal to നമുക്ക് എന്തെന്ന് കിട്ടി? 2 pi VA by lambda cos 2 pi by lambda Vt minus x. ഇതല്ലേ കിട്ടിയത്? നമുക്ക് എന്ത് ചെയ്യണം? എഗൈൻ എന്തെടുക്കണം? എഗൈൻ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ കാണണം അല്ലേ? ഇത്രയും കോൺസ്റ്റന്റ് ആണ്. സോ വി ഹാവ് ടു ട്രീറ്റ് ദം ആസ് എ കോൺസ്റ്റന്റ്. ഞാൻ അങ്ങനെ തന്നെ എഴുതി 2 പൈ വി എ ബൈ ലാംഡ അതുപോലെ തന്നെ എഴുതി. ബാക്കിയുള്ളത് നോക്ക്. വാട്ട് ഈസ് 2 പൈ വി ബൈ ലാംഡ മാത്രം കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. ഇനി എ കോസ് 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് എന്ത് കിട്ടും? ഒരു മൈനസ് വരും. ആ മൈനസ് ഞാൻ ആദ്യമേ എഴുതി മൈനസ് ഓഫ് സൈൻ 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ്. എഗൈൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ വി ടി മൈനസ് എക്സിന്റെ ഈ 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കണം. ചെയിൻ റൂൾ ആണ്. സോ നമ്മൾ എന്തെടുക്കും? എന്ത് കിട്ടും? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വീണ്ടും നേരത്തെ കിട്ടിയതുപോലെ നമുക്ക് എന്ത് കിട്ടും? 2 പൈ വി ബൈ ലാംഡ കിട്ടും അല്ലേ? ഇവിടെ ഒരു 2 പൈ വി ബൈ ലാംഡ ഉണ്ട്, ഇവിടെ ഒരു 2 പൈ വി ബൈ ലാംഡ ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? 2 മൈനസ് ഓഫ് 2 പൈ വി ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ വരത്തില്ലേ? എ ബാക്കി എന്തൊക്കെ വരും? എ ഉണ്ട് ഇവിടെ. എ സൈൻ 2 പൈ ബൈ ലാംഡ വി ടി മൈനസ് എക്സ്. ഞാൻ വൺ മോർ ടൈം ഇപ്പുറത്ത് എഴുതുവാണേ. വൺ മോർ ടൈം ഐ എം റൈറ്റിംഗ് ഇറ്റ് ഹിയർ.
ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? മൈനസ് ഓഫ് 2π v ബൈ ലാംഡ. ഡെറിവേറ്റീവ് എടുക്കാൻ സംശയമുള്ളവരാണെങ്കിൽ പ്ലീസ്, നമുക്കിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലൊന്ന് ചോദിക്കാം ഇതെങ്ങനെ കിട്ടി എന്നുള്ളത്. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ഇത് കാണാതെ പഠിക്കരുത്. ഇപ്പോൾ ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എടുത്തപ്പോൾ നമ്മൾ എന്തിനൊക്കെ കോൺസ്റ്റന്റ് ആക്കി എടുത്തു, പിന്നെ ഈ സൈനിന്റെ ആംഗിളിനകത്തുള്ളതിന്റെ എഗൈൻ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ അത് കിട്ടി, ഈ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഡയറക്റ്റ് എന്ത് ചോദിക്കാം. അതിനാണ് ചാനലുള്ളത്. ചാനലിൽ ജോയിൻ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? സോ 2π v ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ a sin 2π by lambda vt minus x അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ കൊടുക്കാം. വാട്ട് ഈസ് ഫോഴ്സ്? വി നോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ആയിരുന്നു. എം എന്ന് പറഞ്ഞാൽ എന്താ? റോ ഡെൽറ്റ എക്സ് ആണ്. എം എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഈ വാല്യൂ അല്ലേ? ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കാം അല്ലേ? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് വി ക്യാൻ ഗീവ് ദ വാല്യൂ എഫ് ഇസ് ഈക്വൽ ടു റോ ഡെൽറ്റ എക്സ്. ഇനി പകരം കൊടുക്കാം നമുക്ക് മൈനസ്, ഈ മൈനസ് ഞാൻ ആദ്യമേ കൊടുത്തേ, ഇവിടെ മൈനസ് ആയപ്പോൾ മൈനസ് 2π v by lambda the whole square a sin 2π by lambda into vt minus x. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചോദ്യം, വാട്ട് ഈസ് എ സൈൻ 2π by lambda vt minus x? ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. വൈന്റെ വാല്യൂ അല്ലേ എ സൈൻ 2π by lambda vt minus x. അപ്പോൾ എനിക്ക് ഈ വാല്യൂവിനെ എങ്ങനെ എഴുതാം? I can write simply the force here is equal to minus of rho delta x 2π v by lambda the whole square into ഈ a sin 2π by lambda vt minus x എന്ന് പറഞ്ഞാൽ എന്താണ്? Simply it is the displacement of a plane progressive wave. That is, you can give the value y. സംശയങ്ങൾക്ക് വീണ്ടും ബാക്കിലോട്ട് പോയി നോക്കാം. അവിടെ ഞാൻ പറഞ്ഞ കാര്യമാണ്. കണ്ടോ? Since y is equal to a sin 2π by lambda vt minus x ഞാൻ പറഞ്ഞിട്ടില്ലേ? സോ അങ്ങോട്ടേക്ക് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. ഇനി ഞാൻ ഈ ലെയറിനെ ഒരു y ഡിസ്പ്ലേസ്മെന്റ്, ഒരു dy എന്ന കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഈ ലെയറിനെ നീങ്ങുവാണെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് ഇഫ് ദ ലെയർ ഈസ് ഡിസ്പ്ലേസ്ഡ്, നമ്മൾ അസ്യൂം ചെയ്ത ലെയർ, ഇഫ് ദ ലെയർ ഈസ് ഡിസ്പ്ലേസ്ഡ് through a distance dy, through a distance dy, then amount of work, then the amount of work done എന്തായിരിക്കും? that is dw. കുഞ്ഞ് വർക്ക് അല്ലേ അത്? കാരണം dy എന്ന് പറയുന്നത് ചെറിയ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക് എന്തായിരിക്കും? ചെറിയ വർക്ക് ആയിരിക്കും, dw ആയിരിക്കും. ഈക്വൽ ടു വാട്ട് എന്തായിരിക്കും? എഫ് ഡോട്ട് ഡി വൈ. അതല്ലേ? കാരണം വർക്കിന്റെ ഇക്വേഷൻ അതല്ലേ? ആണോ അല്ലേ? ഇനിയാണ് വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആ ലെയറിനെ, ഈ നമ്മൾ അസ്യൂം ചെയ്ത ലെയറിനെ ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ്, ഒരു ചെറിയൊരു dy ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാനുള്ള വർക്കാണ് നമുക്ക് കിട്ടിയത്. എന്താണ് കിട്ടിയത്? ഇപ്പൊ പറഞ്ഞ. ഇനി എനിക്ക് ഈ ടോട്ടൽ വർക്ക് കാണണം. ഇതിനൊരു y ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്ത വർക്ക് എനിക്ക് കാണണമെന്ന് വിചാരിക്കും. എങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്ത വർക്ക് എൻ്റെ കയ്യിലുണ്ട്. dw is equal to f dot dy എന്ന ഇക്വേഷൻ്റെ ഉണ്ട്. ഇത് ചെറിയ ഡിസ്പ്ലേസ്മെന്റാ. ബട്ട് എനിക്ക് എന്താ വേണ്ടേ? ഐ വാണ്ട് ദ വർക്ക് ഡൺ. ഇങ്ങനെ വേറെ കളറിൽ എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ദ വർക്ക് ഡൺ for the displacement y, displacement y of the layer from its equilibrium point. From its equilibrium point എന്ന് പറഞ്ഞാൽ എന്താ? മീൻ പോയിന്റ്. സ്റ്റാർട്ട് ചെയ്ത O അല്ലേ? അതാ ഉദ്ദേശിക്കുന്നത്. ഇക്വിലിബ്രിയം പോയിന്റ്.
എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ കയ്യിലുള്ള വർക്ക് എന്തോന്നാ? ഒരു കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് dy മൂവ് ചെയ്തതിന്റെ വർക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് dw is equal to f.dy. എനിക്ക് വേണ്ട എന്താ? മീൻ പോയിന്റിൽ നിന്നും ആ ലെയർ ഒരു y ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യാൻ എത്രമാത്രം വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ കുഞ്ഞ് വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഫ്രം ദ മീൻ പോയിന്റ്. നമുക്ക് നോക്കാം, ഫിഗറിൽ നോക്കാം. ഈ കുഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് dy മൂവ് ചെയ്തതിന്റെ വർക്കാണ് എനിക്ക് എന്ത് കിട്ടിയത്? വർക്ക് dw is equal to നമുക്ക് എന്തെന്ന് കിട്ടിയത്? f.dy കിട്ടിയത്. എനിക്ക് വേണ്ട എന്താ? ഇതേ ലെയർ ഈ മീൻ പോയിന്റ്, അതായത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരുന്നായിരിക്കും, 0. ഈ 0 മുതൽ ട്രാവൽ ചെയ്ത് ഒരു y ഡിസ്പ്ലേസ്മെന്റ് എത്താൻ എടുത്ത വർക്ക് എനിക്ക് കാണണമെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ കുഞ്ഞ് വർക്കിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? എവിടുന്ന് ഏതൊരു ഇന്റഗ്രേറ്റ് ചെയ്യണം? ഈ O മുതൽ ഈ 0 എന്ന പോയിന്റ് മുതൽ y എന്ന ഡിസ്പ്ലേസ്മെന്റ് വരെ ചെയ്താൽ പോരെ? That is, I am integrating 0 to y f.dy. That is equal to എന്ത് കിട്ടും? ഇവിടെ വർക്കിന്റെ വാല്യൂ മൈനസ് ആണ്, കണ്ടല്ലോ നിങ്ങൾ, മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ്, അത് ഞാൻ ആദ്യമേ എഴുതി, 0 to y rho dx 2 pi by lambda into v the whole square y dy. ഇത്രയല്ലേ വർക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇൻറ്റു dy, f.dy അല്ലേ? ഇത്രയല്ലേ ഫോഴ്സ് അല്ലേ? കണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്തെല്ലാം കോൺസ്റ്റന്റാ? ഈ വൈക്ക് മുന്നേ, ഈ y dy മുന്നേ ഉള്ള എല്ലാം കോൺസ്റ്റന്റാ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ y dy മുന്നേ ഉള്ള ബാക്കി എല്ലാവരും കോൺസ്റ്റന്റാ. അതിനൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് പുറത്തെഴുതാം. സോ അപ്പോൾ എന്താ എഴുതാം? എല്ലാം ഞാൻ പുറത്തെഴുതി. മൈനസ് റോ dx 2 pi v by lambda the whole square integral 0 to y. അകത്ത് എന്ത് മാത്രം വരും? y dy എന്ന് മാത്രം വരും. വാട്ട് ഈസ് ഇന്റഗ്രൽ y dy? ഇന്റഗ്രൽ y dy is equal to y square by 2 അല്ലേ? ആണോ അല്ലേ? ദാറ്റ് ഈസ് മൈനസ് റോ dx. d എന്ന് പറഞ്ഞാൽ ഡോ ആണ്. ഞാൻ ഇങ്ങനെ അറിയാതെയാണ് ഈ ഇത് d എന്ന് എഴുതി വയ്ക്കുന്നത്. ഡെൽറ്റ എക്സ് ആണേ. ഡെൽറ്റ എക്സ് 2 pi by lambda v the whole square. അപ്പോൾ എന്ത് കിട്ടും? y square by 2. ഇവിടെ ലിമിറ്റിന്റെ ആവശ്യമുണ്ടോ? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആണ്, ആവശ്യമില്ല. അപ്പർ ലിമിറ്റ് y തന്നെയാണ്. yക്ക് y കൊടുക്കുമ്പോൾ അത് തന്നെ കിട്ടും, അതുകൊണ്ട് അത് വേണ്ട അല്ലേ? y സ്ക്വയർ എന്ന് തന്നെ കിട്ടും. ഇനി ഇവിടെ 1/2 അല്ലേ? y സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? y സ്ക്വയർ ഇൻറ്റു 1/2 അല്ലേ? y സ്ക്വയർ ഇൻറ്റു 1/2 അല്ലേ നമ്മൾ y സ്ക്വയർ ബൈ 2 എന്ന് എഴുതുന്നത്? സോ ആ 1/2 ആദ്യം എഴുതി. ഇപ്പൊ എന്ത് കിട്ടി? മൈനസ് ഓഫ് 1/2 റോ ഡെൽറ്റ എക്സ് 2 pi by lambda v the whole square y square. ഇനി ഈ വർക്ക് ഡൺ എന്തിന് ഈക്വൽ ആയിരിക്കും? പോട്ടെ, തൽക്കാലം ഇവിടെ ഈ വർക്ക് എന്ന് ഇരിക്കട്ടെ. ദിസ് വർക്ക്, ടോട്ടൽ വർക്ക് w എന്ന് ഇരിക്കട്ടെ. ഇവിടുത്തെ വർക്കിന്റെ വാല്യൂ എന്താ? നെഗറ്റീവ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കിട്ടിയ വർക്കിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് നെഗറ്റീവ് എന്നാ കിട്ടിയ. വൈ? ഈ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് the negative sign indicate that നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ ഡെറിവേഷനിലെ ഓരോ ടേമിനും ഓരോ അർത്ഥമുണ്ട്. ഇത് കാണാതെ പഠിച്ചിട്ട് പോവാതെ ഞാൻ അത്രയും വ്യക്തമായിട്ടാണ് എല്ലാം പറഞ്ഞു തന്നെ. സോ ഇതൊന്നും നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുന്നത് പോലും നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് വരയ്ക്കാം എന്ന ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ചിലർ ഈ ഫിഗർ വരെ കാണാതെ പഠിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. ഫിഗർ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തന്നെ വരച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫിസിക്സിൽ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓപ്റ്റിക്സ് ഒക്കെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഫിഗർ നമ്മൾ വരച്ചിട്ട് എഴുതാൻ പറ്റണം. അവരാണ് നമ്മളെ കഴിവെന്ന് പറയുന്നത്. The negative sign indicates that work is done on the layer. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഈ വർക്ക് ഉണ്ടല്ലോ, ഈ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഞാൻ പറഞ്ഞ ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ്
this work is stored as potential energy. Potential energy U of the system. Okay അല്ലേ? That is നമുക്ക് എന്താ എഴുതാം? Potential energy is equal to എഴുതിയാൽ പോരെ ഇവിടെ ഈ വാല്യൂ എഴുതിയാൽ പോരെ മൈനസ് ഹാഫ് റോ ഡി എക്സ് 2π ബൈ വി ലാംഡ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈക്ക് എന്ത് കൊടുക്കാം? വൈക്ക് നമുക്കറിയാം വൈയുടെ വാല്യൂ എന്താ? എ സൈൻ 2π ബൈ ലാംഡ വി ടി മൈനസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും വാല്യൂ? ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആണ്. അതേ വാല്യൂനെ വീണ്ടും ഞാൻ എഴുതാൻ വേണ്ടി പോവാണ്, വേറെ ഒന്നും ചെയ്തില്ല. പൊട്ടൻഷ്യൽ ഈക്വൽ ടു എന്താ പറയാം നമുക്ക്? വൺ ബൈ ടു റോ ഡെൽറ്റ എക്സ് 2π വി ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ വൈ സ്ക്വയർ അല്ലേ? ഞാൻ തൽക്കാലം മൈനസ് എടുക്കുന്നില്ല. സോ ഹിയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 1/2 റോ ഡെൽറ്റ എക്സ് 2π വി ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് വൈ സ്ക്വയർ? വൈ സ്ക്വയർ വാല്യൂ എന്താ? എ സ്ക്വയർ സൈൻ സ്ക്വയർ 2π ബൈ ലാംഡ വി ടി മൈനസ് എക്സ് അല്ലേ? ഇപ്പൊ എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ബട്ട് നമുക്ക് എന്താ വേണ്ടേ? വി വാണ്ട് വാട്ട്? പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി. ഞാൻ സ്റ്റെപ്പായിട്ട് എഴുതുന്നില്ല, എനിക്ക് സ്ഥലം കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്തു പോവുകയാണേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഒരു ഡെൽറ്റ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. വാട്ട് ഈസ് വോളിയം? ഏരിയ ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ്. നമുക്ക് എന്ത് കിട്ടും? ഈ ഡെൽറ്റ എക്സും ക്യാൻസൽ ആയി പോവും. അപ്പോൾ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, ഇനി എന്തുകൊണ്ട് ഏരിയ എടുക്കുന്നില്ല? ഏരിയയുടെ വാല്യൂ യൂണിറ്റി ആണ്, 1 ആണ്. സോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് കിട്ടും? 1/2 റോ 2π വി എ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ 2π ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ്. ഇക്വേഷൻ നമ്പർ 2. അപ്പം നമുക്ക് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഡെൻസിറ്റിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റിയും കിട്ടി. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, അയ്യോ സോറി, ഞാനത് റബ്ബ് ചെയ്യാം, അറിയാതെ കൈ കൊണ്ടതാണേ. സോ ദ ടോട്ടൽ എനർജി ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജി ഡെൻസിറ്റി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി കൂട്ടിയാൽ പോരെ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. റോ 2π വി എ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ 2π ബൈ ലാംഡ വി ടി മൈനസ് എക്സ് പ്ലസ് വാട്ട് ഈസ് കൈനറ്റിക് എനർജി? അവിടെ ഹാഫ് റോ 2π വി എ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ 2π ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ് അല്ലേ? രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ആരെ എടുക്കാം? നമുക്ക് കോമൺ ആയിട്ട് ഇവർ രണ്ടൊരു കോമൺ അല്ലേ? സോ ഐ എം ടേക്കിംഗ് ദ കോമൺ ഔട്ട്. ഇവർ രണ്ടൊരു കോമൺ, ഇവിടെ ഇതിന് കോമൺ, ഇതും ഇത് കോമൺ അല്ലേ? സോ ഐ എം റൈറ്റിംഗ് total energy density of a plane progressive wave PPW ഞാൻ കോമൺ ആക്കി എഴുതി. ഹാഫ് റോ
2 pi VA by lambda the whole square. ബാക്കി ഇവിടെ നോക്ക്, ഇവിടെ ഒരു cos സ്ക്വയർ 2 pi by lambda VT minus 6 ഉണ്ട് പ്ലസ് സൈൻ സ്ക്വയർ 2 pi by lambda VT minus 6 ഉണ്ട് അല്ലേ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഈ കർവി ആയിട്ട് വരയ്ക്കുന്നത് ഇത് മാത്രം നോക്ക്. ബാക്കിയെല്ലാം നമ്മൾ കോമൺ ആക്കി എടുത്തില്ലേ, രണ്ടിനെയും കോമൺ ആക്കി എടുത്തല്ലേ, ഇതിനെയും കോമൺ ആക്കി എടുത്തു, ഇതിനെയും കോമൺ ആക്കി എടുത്തു. ബാക്കി വരുന്നത് എന്താ, cos സ്ക്വയർ 2 pi by lambda VT minus 6 ഉം സൈൻ സ്ക്വയർ 2 pi by lambda VT minus 6 ഉം. വാട്ട് ഈസ് cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 അല്ലേ. സോ ബാക്കി എന്ത് കിട്ടും നമുക്ക്? 1 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ഹാഫ് റോ ഇതിന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 2 pi VA by lambda സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 4 pi സ്ക്വയർ V സ്ക്വയർ A സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇവിടുന്ന് ഈ 2-നെയും ഞാൻ ബ്രാക്കറ്റ് എഴുതാം. ഈ 2-നെയും ഈ 4-നെയും കട്ട് ചെയ്യാം 2 ടൈംസ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? പിന്നെ എന്ത് കിട്ടും? ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഇസ് ഈക്വൽ ടു, എനിക്ക് എന്ത് കിട്ടി? 2 pi സ്ക്വയർ എന്ന് വരും, ലാംഡ സ്ക്വയർ A സ്ക്വയർ V സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ. ഇവിടെ ഞാൻ ലാംഡ എന്ന് പറഞ്ഞ റോ ആണ്. 2 pi സ്ക്വയർ റോ സ്ക്വയർ A സ്ക്വയർ V സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ. വാട്ട് ഈസ് V ബൈ ലാംഡ? നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി N ഇസ് ഈക്വൽ ടു V ബൈ ലാംഡ. ആണോ അല്ലേ? അല്ലേ, പഠിച്ചില്ലേ നമ്മള്? അങ്ങനെയല്ലേ പഠിച്ചേ? ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ വേവ് ലെങ്ത്, V ബൈ ലാംഡ. അതിൽ നിന്ന് നമുക്ക് N സ്ക്വയർ ഫ്രീക്വൻസി സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം? V സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? സോ അവിടെ ഒരു ടേം ഇല്ലേ? ഇവിടെ നോക്ക്, നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എന്ത് മനസ്സിലാവും? ഇവിടെ ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് V സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ എന്ന ടേം ഇല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു N സ്ക്വയർ. സോ എന്ത് കിട്ടും? ടോട്ടൽ എനർജി ഡെൻസിറ്റി, ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഇസ് ഈക്വൽ ടു 2 pi സ്ക്വയർ റോ സ്ക്വയർ A സ്ക്വയർ ഈ V സ്ക്വയർ ബൈ ലാംഡ സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുത്തു? N സ്ക്വയർ കൊടുത്തു. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. This is the final equation. It is the energy density of a plane progressive wave. Very important for the exam point of view. Clear അല്ലേ? ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. So thank you for watching HB Science classes. Thank you very much. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, ചാനൽ ജോയിൻ ചെയ്യണം. ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. So thank you for watching HB Science classes.